ഹലോ, അരിത്തമെറ്റിക് സീക്വൻസസിന്റെ അടുത്ത പാർട്ട് നോക്കാം. നമ്മൾ കഴിഞ്ഞ പാർട്ടില് പൊസിഷൻ ആൻഡ് ടേം, സ്ഥാനവും പദവും ഈ ടോപ്പിക്കാണ് പഠിച്ചത്. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ടുള്ള നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. പേജ് നമ്പർ 15 അതിലെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതെവിടെ നോക്കിയേ, 24, 42. പിന്നെ 2 ടേം മിസ്സിംഗ് ആണ്. ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണെന്ന് നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ഇതൊരു സമാന്തര ശ്രേണിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് മിസ്സിംഗ് ആയ ടേംസ് കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. ഇവിടെ നോക്കിയടാ, x1 തന്നിട്ടുണ്ടല്ലേ, ഫസ്റ്റ് ടേം തന്നിട്ടുണ്ട് 24, x2 സെക്കൻഡ് ടേം തന്നിട്ടുണ്ട് 42. നമുക്ക് തേർഡ് ടേം x3യും ഫോർത്ത് ടേം x4ഉമാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ അല്ലേ? ഇവിടെ നമുക്ക് എന്തൊക്കെ അറിയാം? ഫസ്റ്റ് ടേമും അറിയാം, സെക്കൻഡ് ടേമും അറിയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് കോമൺ ഡിഫറൻസ്, പൊതുവ്യത്യാസം കിട്ടുമല്ലോ. d ഈക്വൽ ടു എന്താണ്? d ഈക്വൽ ടു x2 മൈനസ് x1 അല്ലേ? സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം ചെയ്താൽ നമുക്ക് കോമൺ ഡിഫറൻസ് കിട്ടും. അപ്പൊ കണ്ടുപിടിക്കാം. ഈക്വൽ ടു സെക്കൻഡ് ടേം 42 മൈനസ് ഫസ്റ്റ് ടേം 24. എത്ര വരും ഇവിടെ? 18 കിട്ടും. കോമൺ ഡിഫറൻസ്, പൊതുവ്യത്യാസം 18 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ടേം കണ്ടുപിടിക്കാലോ. x3 കണ്ടുപിടിക്കാലോ. എന്ത് വരും? x3 എങ്ങനെ കണ്ടുപിടിക്കും? x3 ഈക്വൽ ടു നമുക്കറിയാം, തേർഡ് ടേം ഈക്വൽ ടു x2 പ്ലസ് d അല്ലേ? സെക്കൻഡ് ടേമിന്റെ കൂടെ കോമൺ ഡിഫറൻസ് കൂട്ടുമ്പോൾ നമുക്ക് തേർഡ് ടേം കിട്ടും. അപ്പൊ എന്ത് വരും ഇവിടെ? ഈക്വൽ ടു x2 സെക്കൻഡ് ടേം ഇവിടെ 42 ആണ്. 42 പ്ലസ് കോമൺ ഡിഫറൻസ് എത്രയാ? 18. അപ്പൊ 42 പ്ലസ് 18 എത്ര വരും? ഈക്വൽ ടു 60. തേർഡ് ടേം എന്ത് കിട്ടി? 60. തേർഡ് ടേം 60. അടുത്ത നമുക്ക് ഫോർത്ത് ടേം കണ്ടുപിടിക്കാം. നാലാമത്തെ പദം കണ്ടുപിടിക്കാം. എങ്ങനെ കിട്ടും? x4 ഈക്വൽ ടു x3 പ്ലസ് d, തേർഡ് ടേമിന്റെ കൂടെ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുക. ഈക്വൽ ടു തേർഡ് ടേം 60 പ്ലസ് കോമൺ ഡിഫറൻസ് 18 ഈക്വൽ ടു 78 അല്ലേ? ഫോർത്ത് ടേം എന്ത് കിട്ടി? 78. ഓക്കെ, അപ്പൊ നമുക്കിവിടെ തേർഡ് ടേമും കിട്ടി, ഫോർത്ത് ടേമും കിട്ടി. അടുത്തത് ഇവിടെ എന്താണ്? സെക്കൻഡ് ടേം തന്നിട്ടുണ്ട്, അതേപോലെ തന്നെ തേർഡ് ടേമും തന്നിട്ടുണ്ട്. സെക്കൻഡ് ടേം 24, തേർഡ് ടേം 42. കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാമല്ലോ. d ഈക്വൽ ടു എങ്ങനെ കണ്ടുപിടിക്കും? തേർഡ് ടേം മൈനസ് സെക്കൻഡ് ടേം ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? കോമൺ ഡിഫറൻസ് കിട്ടും. കാരണം സെക്കൻഡ് ടേമും തേർഡ് ടേമും അടുത്തടുത്തുള്ള 2 പദങ്ങളല്ലേ? അപ്പൊ അവന്മാരുടെ ഡിഫറൻസ് എടുത്താൽ നമുക്ക് കിട്ടുന്ന എന്താണ്? കോമൺ ഡിഫറൻസ് ആണ്. നമ്മൾ പഠിച്ചതാണ്. ഈക്വൽ ടു തേർഡ് ടേം നോക്കിയ 42 ആണ്, മൈനസ് 24 എന്ത് വരും? നേരത്തെ നമുക്ക് കിട്ടിയത് തന്നെയാണ്. ഈക്വൽ ടു 18. ഇവിടെയും എന്താണ്? കോമൺ ഡിഫറൻസ് 18 ആണ്. ഇനി നമുക്ക് ഫസ്റ്റ് ടേം കണ്ടുപിടിക്കണം, അതേപോലെ തന്നെ ഫോർത്ത് ടേമും കണ്ടുപിടിക്കണം. അപ്പൊ ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാം. ഫസ്റ്റ് ടേം ഈക്വൽ ടു സെക്കൻഡ് ടേം മൈനസ് കോമൺ ഡിഫറൻസ് അല്ലേ? ഓക്കെ, ഇവിടെ 1 അല്ലേ? 1 കിട്ടാൻ 2ൽ നിന്ന് നമ്മൾ 1 കുറയ്ക്കണം. 2 മൈനസ് 1 1 ആണ്. ഈക്വൽ ടു x2 സെക്കൻഡ് ടേം 24 മൈനസ് കോമൺ ഡിഫറൻസ് 18. 24 മൈനസ് 18 എത്രയാണ്? 6 അല്ലേ? ഓക്കെ, അപ്പൊ നമ്മുടെ ഫസ്റ്റ് ടേം കിട്ടി 6.
അടുത്തത് ഫോർത്ത് ടേം x4 ഈക്വൽ ടു x3 പ്ലസ് ഡി. തേർഡ് ടേമിന്റെ കൂടി കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുക. ഈക്വൽ ടു തേർഡ് ടേം 42 പ്ലസ് കോമൺ ഡിഫറൻസ് 18 എന്തുവരോടാ ഈക്വൽ ടു 16. നമ്മുടെ ഫോർത്ത് ടേമും കിട്ടി 60. അടുത്തത് തേർഡ് ടേം വന്നിട്ടുണ്ട് 24, ഫോർത്ത് ടേം വന്നിട്ടുണ്ട് 42. ഫസ്റ്റ് എന്ത് ചെയ്യണം? കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കണം. ഡി ഈക്വൽ ടു എങ്ങനെ ചെയ്യാം? ഫോർത്ത് ടേം മൈനസ് തേർഡ് ടേം ചെയ്യാം. ഈക്വൽ ടു 42 മൈനസ് 24 ഈക്വൽ ടു നമുക്കറിയാം 18 ആണ്. കോമൺ ഡിഫറൻസ് 18 ആണ്. നമുക്ക് ഏതൊക്കെ കണ്ടുപിടിക്കണം? ഫസ്റ്റ് ടേമും കണ്ടുപിടിക്കണം, സെക്കൻഡ് ടേമും കണ്ടുപിടിക്കണം. ആദ്യം നമുക്ക് സെക്കൻഡ് ടേം കണ്ടുപിടിക്കാം. x2 ഈക്വൽ ടു എന്ത് ചെയ്യണം? ഇവിടെ തേർഡ് ടേം അറിയാലോ, അപ്പൊ നമുക്ക് തേർഡ് ടേം മൈനസ് കോമൺ ഡിഫറൻസ് ചെയ്യാം. സെക്കൻഡ് ടേം കിട്ടും. ഈക്വൽ ടു തേർഡ് ടേം 24 മൈനസ് കോമൺ ഡിഫറൻസ് 18 ഈക്വൽ ടു 6. സെക്കൻഡ് ടേം കിട്ടി 6. അടുത്ത എന്ത് ചെയ്യാം? ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാം. x1 ഈക്വൽ ടു നമുക്കറിയാം സെക്കൻഡ് ടേം മൈനസ് കോമൺ ഡിഫറൻസ് ചെയ്യണം. ഈക്വൽ ടു സെക്കൻഡ് ടേം 6 മൈനസ് കോമൺ ഡിഫറൻസ് 18 ഈക്വൽ ടു എന്ത് വരും? 6 മൈനസ് 18 എന്ത് വരുടാ? 18 മൈനസ് 6 എന്ത് വരും? 18 മൈനസ് 6 എന്ന് പറയുന്നത് 12 അല്ലേ? 18 മൈനസ് 6 എന്താണ്? 12 അല്ലേ? അപ്പൊ 6 മൈനസ് 18 ചെയ്താല് മൈനസ് 12 വരും കേട്ടോ. മൈനസ് 12 വരും. ചെറിയ നമ്പറിൽ നിന്ന് വലിയ നമ്പർ കുറച്ചാൽ നമുക്കറിയാം കിട്ടുന്ന ആൻസറിന്റെ സൈൻ എന്തായിരിക്കും? മൈനസ് ആയിരിക്കും. അപ്പൊ ഇവിടെ എന്ത് വരും? ഈക്വൽ ടു -12. നമ്മുടെ ഫസ്റ്റ് ടേമും കിട്ടി -12. അടുത്തത് x1 വന്നിട്ടുണ്ട് 24, x3 വന്നിട്ടുണ്ട് 42. സെക്കൻഡ് ടേമും കണ്ടുപിടിക്കണം, ഫോർത്ത് ടേമും കണ്ടുപിടിക്കണം. നമ്മളെ കോമൺ ഡിഫറൻസ് നമ്മൾ അറിയാമെങ്കിൽ നമ്മളൊന്ന് ചെയ്ത് നോക്കിയേക്കാം. ചിലപ്പം ജസ്റ്റ് മാറാനൊക്കെ സാധ്യതയുണ്ട്. നമുക്ക് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാം. ഡി ഈക്വൽ ടു എങ്ങനെ കണ്ടുപിടിക്കടാ? ഇവിടെ കോമൺ ഡിഫറൻസ് എങ്ങനെ കണ്ടുപിടിക്കും? നോക്കിയേ, ഇവിടെ തേർഡ് ടേമും ഫസ്റ്റ് ടേമും ആണ് തന്നിരിക്കുന്നത്. അടുത്തടുത്തുള്ള ടേമുകളല്ല തന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ എങ്ങനെ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കും? നമ്മൾ ഏത് ഇക്വേഷൻ എടുക്കേണ്ടത്? നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ പഠിച്ചായിരുന്നു. ഏത് ഇക്വേഷൻ എടുക്കും? ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ് എടുക്കണം. ഈ ഇക്വേഷൻ എടുക്കണം. ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ്, പദവ്യത്യാസം ഡിവൈഡഡ് ബൈ സ്ഥാന വ്യത്യാസം. ഈ ഇക്വേഷൻ ആണ് ഇവിടെ എടുക്കേണ്ടത്. അപ്പൊ എന്ത് വരും ഇവിടെ? ടേം ഡിഫറൻസ്, പദവ്യത്യാസം. പദങ്ങൾ ഏതൊക്കെയാണ്? 42ഉം 23ഉം അല്ലേ ടേം? അപ്പൊ ഇവന്മാരുടെ ഡിഫറൻസ് എടുക്കണം. 42 മൈനസ് 24 ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ്, സ്ഥാന വ്യത്യാസം. 42ന്റെ പൊസിഷൻ എത്രയാണ്? 3 ആണ്. 42ന്റെ പൊസിഷൻ 3 ആണ്. 24ന്റെ പൊസിഷൻ 1 ആണ്. അപ്പൊ പൊസിഷൻ ഡിഫറൻസ് ചെയ്യാം, സ്ഥാന വ്യത്യാസം ചെയ്യാം. എന്ത് വരും ഇവിടെ? 42ന്റെ പൊസിഷൻ 3 മൈനസ് 24ന്റെ പൊസിഷൻ 1. ഇത് ചെയ്യുമ്പോൾ നമുക്ക് കോമൺ ഡിഫറൻസ് കിട്ടും. ഈക്വൽ ടു 42 മൈനസ് 24 18 ഡിവൈഡഡ് ബൈ 3 മൈനസ് 1 2, 3 മൈനസ് 1 2 ഈക്വൽ ടു എന്ത് കിട്ടി? 9. കോമൺ ഡിഫറൻസ് ഇവിടെ കിട്ടിയത് എത്രയാണ്? 9 ആണ്. എന്ത് വരും? ഇനി നമുക്ക് സെക്കൻഡ് ടേമും ഫോർത്ത് ടേമും കണ്ടുപിടിക്കണം. സിമ്പിൾ. ഇനി നമുക്ക് സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാം. സെക്കൻഡ് ടേം ഈക്വൽ ടു ഫസ്റ്റ് ടേം പ്ലസ് കോമൺ ഡിഫറൻസ് ഈക്വൽ ടു ഫസ്റ്റ് ടേം 24 പ്ലസ് കോമൺ ഡിഫറൻസ് 9. 24 പ്ലസ് 9 എത്രയാണ്? 33. നമ്മുടെ സെക്കൻഡ് ടേം എത്രയാണ്?
33. അടുത്തത് ഫോർത്ത് ടേം കിട്ടാൻ വേണ്ടിയിട്ട് ഈക്വൽ ടു x3 പ്ലസ് ഡി ചെയ്യാം. അപ്പൊ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. തേർഡ് ടേമിന്റെ കൂടെ ഒന്ന് കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താൽ മതി. ഈക്വൽ ടു തേർഡ് ടേം എത്രയാടാ? 42 പ്ലസ് 9 ഈക്വൽ ടു 51. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ?